സംഘർഷ സാഹചര്യങ്ങളിലും ഹോർമുസിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് രാജകീയമായി കടന്നുപോകാം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ ഇടനാഴികളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും സുരക്ഷാ ഭീഷണികളും മൂലം ഗുരുതരമായി തടസ്സപ്പെട്ടിട്ടും സുപ്രധാന സമുദ്ര വ്യാപാരം ഹോർമുസ് കടലിടുക്കിലൂടെ നിലനിർത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു. കടലിടുക്കിന്റെ ഉപരോധം 3-ാം മാസത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് ഈ സംഭവം. ആഗോള ഊർജ്ജ വിപണികളെയും അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ടുകളെയും ഇത് ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ആഗോള എണ്ണ, ദ്രവീകൃത പ്രകൃതിവാതക കയറ്റുമതിയുടെ ഏകദേശം 20% സാധാരണയായി ഈ ഇടുങ്ങിയ ചാനലിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് ഇന്ത്യ, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ ഊർജ്ജ ഇറക്കുമതി രാജ്യങ്ങൾക്ക് ഒരു നിർണായക പാതയായി മാറുന്നു. ഫെബ്രുവരി 28 ഇറാനിയൻ ലക്ഷ്യങ്ങളിൽ US ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട സംഘർഷം മേഖലയിൽ കുത്തനെയുള്ള വർധനവിന് കാരണമായി. കടലിടുക്കിന് മുകളിലുള്ള നിയന്ത്രണം കർശനമാക്കിക്കൊണ്ടാണ് ഇറാൻ പ്രതികരിച്ചത്. ഇത് വെർച്വൽ ഉപരോധത്തിനും സമുദ്ര ഗതാഗതത്തിൽ നാടകീയമായ കുറവിനും കാരണമായി. വെള്ളിയാഴ്ച നടന്ന ഒരു മന്ത്രിതല സമ്മേളനത്തിൽ തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ അവശ്യ ചരക്കുകളുടെ നീക്കം ഉറപ്പാക്കുന്നതിന് ഇന്ത്യ ഒന്നിലധികം സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള അടുത്ത ഏകോപനത്തെ ആശ്രയിച്ചിട്ടുണ്ടെന്ന് വിശദീകരിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ പ്രവർത്തന വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ലെന്ന് മന്ത്രാലയത്തിലെ ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ പറഞ്ഞു. ശർമ്മയുടെ അഭിപ്രായത്തിൽ വിദേശകാര്യ മന്ത്രാലയം വഴിയാണ് ഏകോപനം നടത്തുന്നത്. അതേസമയം കയറ്റുമതി മുൻഗണനകൾ പെട്രോളിയം, പ്രകൃതിവാതക മന്ത്രാലയം, വളം മന്ത്രാലയം എന്നിവയുമായി സംയുക്തമായാണ് നിർണ്ണയിക്കുന്നത്. ഈ മുൻഗണനകളെ അടിസ്ഥാനമാക്കി നിർണായക വസ്തുക്കൾ വഹിക്കുന്ന കപ്പലുകളുടെ ചലനം സുഗമമാക്കുന്നതിന് സർക്കാർ ഏകോപിത പദ്ധതികൾ വികസിപ്പിക്കുന്നു. മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികൾക്കിടയിലും അസംസ്കൃത എണ്ണ, LPG, വളങ്ങൾ, മറ്റ് അവശ്യ ഇറക്കുമതികൾ എന്നിവയുടെ വിതരണം നിലനിർത്താൻ ഈ തന്ത്രം ഇന്ത്യയെ സഹായിച്ചു. ഹോർമുസ് കടലിടുക്കിൽ നിലവിൽ ഏകദേശം 13 ഇന്ത്യൻ പതാകയുള്ള കപ്പലുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. നിരവധി അന്താരാഷ്ട്ര ഷിപ്പിംഗ് ഓപ്പറേറ്റർമാർ ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലയിലേക്ക് പ്രവേശിക്കാൻ മടിക്കുന്നുണ്ടെങ്കിലും വ്യാപാരം സുഗമമായി നടക്കാനുള്ള ന്യൂഡൽഹിയുടെ ശ്രമങ്ങളെ ഇന്ത്യൻ കപ്പലുകളുടെ തുടർച്ചയായ സാന്നിധ്യം എടുത്തു കാണിക്കുന്നുണ്ട്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട കപ്പലുകൾ ഉൾപ്പെട്ട സംഭവങ്ങൾക്കിടയിലും ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. നേരത്തെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കടലിടുക്കിൽ 2 ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളെ ലക്ഷ്യം വെച്ചതായും സംഘർഷം രൂക്ഷമായതോടെ അവയുടെ ഗതി തിരിച്ചുവിടാൻ നിർബന്ധിതരായതായും റിപ്പോർട്ടുണ്ട്. പ്രാദേശിക സംഘർഷവുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ സമുദ്ര ഗതാഗതത്തിൽ ഇറാൻ കർശന നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് വാണിജ്യ കപ്പൽ ഗതാഗതം നേരിടുന്ന അപകട സാധ്യതകൾ ഈ സംഭവങ്ങൾ അടിവരയിടുന്നു. തൽഫലമായി പല ആഗോള ഷിപ്പിംഗ് കമ്പനികളും പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയോ ഈ റൂട്ടിലൂടെയുള്ള ഗതാഗതം ഗണ്യമായി കുറയ്ക്കുകയോ ചെയ്തു. അതേസമയം US ഇറാൻ വെടിനിർത്തൽ നീട്ടുന്നതിനും ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പര്യവേക്ഷണം ചെയ്യുന്നതിനും ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ പുറത്തു വന്നതിനെ തുടർന്ന് നയതന്ത്ര ശ്രമങ്ങൾ ചില ശുഭാപ്തി വിശ്വാസം നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും നയതന്ത്ര പുരോഗതി തുടർന്നാലും സാധാരണ ഗതാഗത നില പുനഃസ്ഥാപിക്കാൻ മാസങ്ങൾ എടുക്കുമെന്ന് ഷിപ്പിംഗ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ജലപാതയിൽ ഇറാൻ കാര്യമായ സ്വാധീനം ചെലുത്തുന്നത് തുടരുകയാണെന്നും സുരക്ഷാ സാഹചര്യങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നതുവരെ പല ഷിപ്പിംഗ് കമ്പനികളും തിരിച്ചു വരുന്നതിൽ മടിച്ചു നിൽക്കുന്നുണ്ടെന്ന് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കടലിടുക്കിലേക്കുള്ള പ്രവേശനം നിലനിർത്തുന്നത് നിർണായകമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ ഇറക്കുമതിക്കാരിൽ ഒന്നായതിനാൽ ഗൾഫ് എണ്ണ, വാതക വിതരണങ്ങളെയാണ് രാജ്യം വളരെയധികം ആശ്രയിക്കുന്നത്. അതിനാൽ തടസ്സമില്ലാത്ത സമുദ്ര പ്രവേശനം ഒരു പ്രധാന ദേശീയ മുൻഗണനയായി മാറുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.